മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ.ബി. മേത്തർ എം.പി. നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര ഇടുക്കി ജില്ലാ പ്രവേശനത്തിന് ഒരുക്കങ്ങളായതായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വർണ്ണലത അപ്പുക്കുട്ടൻ, മണ്ഡലം പ്രസിഡന്റ് സ്റ്റാൻലി സണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ ജനുവരി 4-ന് ആരംഭിച്ച ജാഥ വിവിധ ജില്ലകൾ സന്ദർശിച്ചാണ് ഇടുക്കിയിൽ എത്തുന്നത്. ഇടുക്കി ജില്ലയിലെ പര്യടനം മാർച്ച് 8-ന് തൊടുപുഴയിൽ സമാപിക്കും. പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് സ്ത്രീപീഡനവും കൊള്ളയും വർദ്ധിക്കുകയാണ്. സർക്കാർ ജോലികളിൽ മുൻവാതിൽ അടച്ച് പിൻവാതിൽ നിയമനം സജീവമാക്കിയതിലൂടെ CPM-കാർക്ക് മാത്രമായി സർക്കാർ ജോലി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. വിലക്കയറ്റവും അഴിമതിയും മൂലം വനിതകൾ അടക്കമുള്ളവരുടെ ജീവിതം പ്രതിസന്ധിയിലായതിനാലാണ് മഹിളാ കോൺഗ്രസ് സാഹസ് യാത്ര സംഘടിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30-ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. കല്ലേപ്പാലം ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന യാത്രയെ ജില്ലാ പ്രസിഡന്റ് മിനി സാബുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭാരവാഹികൾ സ്വീകരിക്കും. തുടർന്ന് കൊക്കയാർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് സ്റ്റാൻലി സണ്ണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ ഏറ്റവും നല്ല MP-ക്ക് അവാർഡ് നേടിയ ഡീൻ കുര്യാക്കോസിനെ ആദരിക്കും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ IC മോൾ ബിബിൻ, സുനിത ജയപ്രകാശ്, ജോസി ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി ആന്റണി, DCC അംഗം സണ്ണി തോട്ടുങ്കൽ എന്നിവരും പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ് മുണ്ടക്കയം.